ഈ ത്രിതല പഞ്ചായത്തിലും പാലാ മുനിസിപ്പാലിറ്റിയുടെയും വിജയം വഴി ജോസ് കെ മാണി ഈ പാലായുടെ ഭാവി മാണിസാറാണെന്ന് തെളിയിക്കുന്ന ഒരു ഇലക്ഷൻ്റെ ചവിട്ടുപടിയായിരിക്കും ഇത് എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവുമില്ല. അക്കാലത്ത് മാണിസാറിനെ സ്നേഹിച്ചിരുന്ന എല്ലാവരും തന്നെ ഇപ്പോൾ ജോസ് കെ മാണിക്കും തന്നെയുണ്ട്. മാണിസാറിനെ സ്നേഹിച്ചിരുന്ന എല്ലാവരും തന്നെ, മാണിസാറിനെ സ്നേഹിച്ചിരുന്ന അധികാരമോഹികളല്ലാത്ത മുഴുവൻ ആളുകളും. നമസ്കാരം. കേരള കോൺഗ്രസ് എം പാലാ നിയോജക മണ്ഡലം സെക്രട്ടറി സി ബൈജു കൊല്ലംപറമ്പിൽ നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. നമസ്കാരം. പാലായിലെ ജയസാധ്യത എങ്ങനെ കാണുന്നു? കേരള കോൺഗ്രസ് എം പാലാ നിയോജക മണ്ഡലത്തിൽ എങ്ങനെയായിരിക്കും? 52 വർഷക്കാലം മാണിസാറിൻ്റെ തണലിൽ ആണ് ഇവിടുത്തെ UDF നിലനിന്നത്. കഴിഞ്ഞ ഇലക്ഷൻ്റെ കാലത്താണ് കേരള കോൺഗ്രസ് എമ്മിനെ UDFിൽ നിന്ന് പുറത്താക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം ചേർന്നത്. ചരിത്രത്തിലാദ്യമായിട്ട് കഴിഞ്ഞ തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാലാ മുനിസിപ്പാലിറ്റി ഭരണം പിടിച്ചു. ഇതിനകത്ത് കേരള കോൺഗ്രസ് എം ജോസ് കെ മാണിയുടെ പാർട്ടി തന്നെയാണ് അതിന് ലീഡ് ചെയ്തത്. അതുപോലെ തന്നെ ആ ഇലക്ഷനോടനുബന്ധിച്ചിട്ടാണ് മാണിസാറിൻ്റെ പാർട്ടിയുടെ പേരും ചിഹ്നവും ഉൾപ്പെടെയുള്ള കേസ് ജോസ് കെ മാണി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് വിജയിച്ച് ഇലക്ഷൻ്റെ തലേ ദിവസമാണ് രണ്ടില ചിഹ്നം കൊണ്ടുവന്നത്. രണ്ടില ചിഹ്നം എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ചിഹ്നം മാത്രമല്ല, പാലാക്കാരുടെ മാണിസാറിൻ്റെ ഓർമ്മപ്പെടുത്തലുകളുള്ള ഒരു വികാരമാണ്. ഈ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് എം ചെയർമാൻ ശ്രീ ജോസ് കെ മാണിയുടെ വീടിരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്, പട്ടണമാണ് പാല. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഈറ്റില്ലം വത്തിക്കാൻ എന്നൊക്കെ പറയുന്നത് പാലയാണ്. പാല ഇല്ലാതെ കേരള കോൺഗ്രസ് എം ഇല്ല, മാണിസാറില്ലാതെ പാലായും ഇല്ലാത്ത ഒരു നാടാണ് പാല. അപ്പം ആ പാലായിലെ മുനിസിപ്പാലിറ്റി വിജയം എന്നത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ അഭിമാന പ്രശ്നമാണ്, അത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അതിന് അതേ തലത്തിൽ തന്നെ നിലനിർത്താൻ ബഹുമാനപ്പെട്ട പാർട്ടി ചെയർമാൻ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഓരോ വാർഡുകളിലും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ, പുരുഷനാണേൽ ആരാകണം, സ്ത്രീയാണേൽ ആരാകണം, സംവരണം വന്നാൽ ആരാകണം, ആ പാർട്ടിക്ക് ആ വ്യക്തിക്ക് ആ നാട്ടിലുള്ള പിന്തുണ എത്രമാത്രം എന്നൊക്കെ വളരെ കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ട് അവരെ പേഴ്സണലായിട്ട് വിളിച്ചുകൊണ്ട് ഏതാണ്ട് 6 മാസക്കാലൊക്കെ മുന്നേ ഈ വാർഡിനെയാൾ കൊള്ളാം ആ ഒരു ഗ്രാഫ് കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ നേതൃത്വത്തിൽ ഉണ്ടാക്കി. അതായത് പാലായിലെ മുനിസിപ്പൽ ഇലക്ഷൻ്റെ LDF മുന്നണിയുടെ നെടുനായകൻ സാക്ഷാൽ ജോസ് കെ മാണി തന്നെയാണ്. ആ തരത്തിലാണ് പല മുനിസിപ്പൽ മണ്ഡലത്തിലെ മുനിസിപ്പാലിറ്റിയിലെ പുലിമലക്കുന്ന 7 വാർഡിലെ എൻ്റെ ഭാര്യ സ്ഥാനാർത്ഥിയായി നിർത്താൻ ആലോചന തുടങ്ങിയപ്പോൾ തന്നെ പാർട്ടി ചെയർമാൻ അതിൻ്റെ അതിൻ്റെ ഫോളോ അപ്പുകൾ, അതിൻ്റെ ആൾക്കാരെ ഇടപെടുന്ന രീതികൾ ഞങ്ങൾക്ക് അവയർനെസ് തരികയും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇത്തവണ അവർ നഗരസഭ പിടിക്കുമെന്ന് ഉറപ്പിച്ചു തന്നെയാണ്. പക്ഷേ അത് അവരുടെ സംഘടനാ ചട്ടക്കൂടിൽ അത് അത്ര. എൻ്റെ സുഹൃത്തെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ UDF എന്ന് പറയുന്ന സംവിധാനം പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ, പ്രത്യേകിച്ച് പാലായിൽ ഉമ്മൻചാണ്ടി സാറും മാണിസാറും കുഞ്ഞാലിക്കുട്ടി എന്നൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഉമ്മൻചാണ്ടി സാറും മാണിസാറും മരിച്ചുപോയി. ഇപ്പോഴത്തെ സംവിധാനത്തിൽ നമ്മളൊക്കെ അറിയുന്ന 10 വർഷക്കാലമായിട്ട് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് സതീഷ് ചൊള്ളാനി, അങ്ങേർക്കെതിരെ ഇവിടുത്തെ ഈ കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിലാണ് മായ രാഹുലിനെ നിർത്തിയിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റാണ് മായ രാഹുലിൻ്റെ മുഖ്യ പ്രചാരകൻ. കഴിഞ്ഞ ദിവസം ഈ ചൊള്ളാനി സാറിൻ്റെ അനുജനും ഇവരുടെ ഭർത്താവും തമ്മിൽ അവിടെ അടിയുണ്ടായി. അതുപോലെ തന്നെ ഏറ്റവും വലിയ അപജയം പറഞ്ഞുതരാം. അത് പാലാ മുനിസിപ്പാലിറ്റി 26-ാം വാർഡ് പുത്തപ്പള്ളിക്കുന്നിൽ റോയി ഫ്രാൻസിസ് ആണ് നമ്മുടെ സ്ഥാനാർത്ഥി. അവരുടെ എതിർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ KTUCയുടെ സംസ്ഥാന കമ്മിറ്റി അങ്ങനെയുള്ള പ്രിയപ്പെട്ട ജോസൂട്ടി ചേട്ടൻ്റെ നിഴൽ പോലെ നടക്കുന്ന ദിവാകരൻ എന്ന് പറഞ്ഞ KSCB റിട്ടയർ ചെയ്ത് പുള്ളി ഇപ്പോൾ താമസിക്കുന്നത് കിടങ്ങൂരുകാരനാണ്. അങ്ങേരാണ്. നമ്മൾ ഞെട്ടിപ്പോയി പോസ്റ്റർ കണ്ടപ്പോൾ, കണ്ടാൽ കതറൊക്കെ ഇരുന്നാൽ അത് KTUCയുടെ പരിപാടി എവിടെ ഉണ്ടോ അത് ജോസൂട്ടി ചേട്ടൻ്റെ ഇവിടെ നിഴൽ പോലെ നടക്കുന്നവനാണ് സ്ഥാനാർത്ഥി. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ സ്ഥാനാർത്ഥിയെ പറ്റി പറഞ്ഞുതരാം. അതായത് നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ 3 മണി വരെ സമയം എന്ന് പറയുമ്പോൾ, അപ്പം പാലാ മുഴുവൻ ഞാനും ആകാംക്ഷയുടെ കാത്തിരിക്കുന്നത് ആരായിരിക്കും നമ്മുടെ എതിരാളി. 1:45 വരെ ആണ്, ഇനി 1.25 മണിക്കൂറുടെ ബാക്കിയുള്ളൂ. അപ്പം ഇതാ വരുന്ന ഒരു സ്ഥാനാർത്ഥി. എനിക്ക് ഈ വാർഡിൽ ഒരു മനുഷ്യനെ വരെ അറിയത്തില്ല, അവർ നമ്മളെ അറിയില്ല. ആ സ്ഥാനാർത്ഥിയുടെ ഒരു പശ്ചാത്തലം ഞാൻ മനസ്സിലാക്കിയത്, കണ്ണാടികുറുപ്പ് ഭാഗത്ത് ചെറിയ ഏതാണ്ട് തൊഴിലുമായിട്ട് ജീവിക്കുന്ന ഒരു ലേഡി, അവരെ കെട്ടിച്ചു വിട്ടേക്കുന്ന മീനച്ചി പഞ്ചായത്തിലാണ്. അപ്പം നമ്മുടെ മുനിസിപ്പാലിറ്റി വോട്ടുണ്ടെങ്കിൽ സ്ഥാനാർത്ഥിയാകാമെന്നുള്ളൂ. പക്ഷേ 6 മാസം ഇവിടെ താമസിക്കണമെന്നുണ്ട്. ഇവർ ഭർത്താവിനോടൊപ്പം വർഷങ്ങളായിട്ട് താമസിക്കുന്നത് മീനച്ചി പഞ്ചായത്തിലാണ്. അപ്പം ബഹുമാനപ്പെട്ട MLAയുടെ കക്ഷികളിൽ ആരാണ്ട് സുഹൃത്തുക്കളുടെ ഭാര്യയെ എങ്ങനെങ്ങാണ്ട് കൊണ്ടുവന്ന് ഇവിടെ നിർത്തി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
കഴിഞ്ഞ ദിവസം അവരുടെ കൂടെ വീട് കയറാൻ ഒരു സ്മാർട്ടായിട്ടുള്ള താടിയുള്ള ഒരു പയ്യൻ വണ്ടിയൊക്കെ ഓടിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളി പോലും ഇവിടുത്തുകാരനല്ല, ആരും അറിയത്തില്ല. പിന്നെ ഈ രോമനോടക്കനാണ് ബാക്കി, പിന്നെ MLA ഭാര്യയാണ് വീട് കയറാനും ഒക്കെ ഇവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ജോസ് കെ മാണിയെ ഇവിടെ തോൽക്കേണ്ട സാഹചര്യം ഉണ്ടായി. പിന്നെ ഞങ്ങൾ പുതുതായിട്ട് മുന്നണി വന്നപ്പോൾ അടിത്തട്ടിലേക്ക് അണികളുമായിട്ട് ഒരു സിങ്ക് വന്നില്ലായിരുന്നു. പക്ഷേ ഇന്ന് പാലായിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് മാണിസാറിൻ്റെ മരണശേഷം MLA ഫണ്ട് അല്ലാത്തൊരു വികസനം ഇപ്പോൾ ട്രിപ്പിൾ IT ഇവിടെ കൊണ്ടുവന്നു. അതുപോലെ പൊതുവായ നാടിൻ്റെ ഒരു വികസനം മാണിസാർ തുടങ്ങി വെച്ച നമ്മുടെ റിവർവ്യൂ റോഡ്, അതായത് 1 കിലോമീറ്റർ സമാന്തര പാലം 5 വർഷമായിട്ട് പൂർത്തിയാക്കാൻ ഇത് ജോസ് കെ മാണി ജയിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതെല്ലാം നടന്നേനെ. സംസ്ഥാന സർക്കാരിൽ ഒരു വലിയൊരു അതായത് കേരളത്തിലെ പൊതുസമൂഹവും കർഷകരും ഒക്കെ ആഗ്രഹിക്കുന്ന, തുറമുഖ തൊഴിലാളികൾ ആഗ്രഹിക്കുന്ന എന്തുമാത്രം കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ വഖഫ് ബോർഡുമായിട്ടുള്ള ബന്ധപ്പെട്ട നിയമങ്ങൾ ഉൾപ്പെടെ അതിലൊക്കെ ജോസ് കെ മാണി ഇടപെടലുകൾ നടത്തുകയും സർക്കാർ അത് സ്വീകരിക്കുകയും അത് വലിയൊരു സ്ഥാനം ഈ മുന്നണിയിൽ ജോസ് കെ മാണിക്ക് സ്വീകാര്യത കിട്ടുകയും ചെയ്തു. അതുവഴി പുള്ളി ഇവിടെ ഒരു മന്ത്രിയായിരുന്നെങ്കിൽ പാലായിൽ അത്ഭുതകരമായ വികസനം. അപ്പം ഇനിയൊരു അടുത്ത ഇലക്ഷനെ പറ്റി ജനങ്ങൾ ചിന്തിക്കുന്നത് വീണ്ടും ഈ സർക്കാർ തന്നെ തുടർന്നും ഭരിക്കുമെന്നാണ്. അതിനകത്ത് കരുത്തുറ്റ ഒരു മന്ത്രിയാകാൻ. കാരണം വേറൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ഈ കോട്ടയം ജില്ലയിൽ 450 2 ചിഹ്നത്തിലുള്ള സ്ഥാനാർത്ഥികളും കേരളത്തിൽ 1023 സ്ഥാനാർത്ഥികളും 2 ചിഹ്നത്തിൽ മത്സരിക്കുന്നുണ്ട്. ആ കേരളത്തിൽ കോട്ടയം ജില്ലയിലെ 450 സ്ഥാനാർത്ഥികളിൽ ചുമ്മാ ഫേസ്ബുക്കോ വാട്സപ്പോ മറ്റേ ഇൻസ്റ്റാഗ്രാമോ എടുത്തു കഴിഞ്ഞാൽ 2 സ്ഥാനാർത്ഥി പകിട്ടുള്ള ജനസമ്മതിയുള്ള നാട്ടിൽ സ്വീകാര്യതയുള്ള അത്രയും സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുവാൻ ജോസ് കെ മാണിക്ക് കഴിഞ്ഞെങ്കിൽ, ജോസ് കെ മാണി സാറിൻ്റെ ആ പൈതൃകം തീർന്ന ജോസ് കെ മാണി കേരള കോൺഗ്രസ് എമ്മിൻ്റെ അടിവേരുകൾ ഒഴിഞ്ഞു പോയിട്ടില്ല, നഷ്ടപ്പെട്ടിട്ടില്ല. അതിന്നും ഈ തലമുറയും മാണി സാറിൻ്റെ മകനോടൊപ്പം ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഈ പാലായിൽ തന്നെ എല്ലാം നല്ല സ്ഥാനാർത്ഥികളെ കിട്ടി. കോട്ടയം ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിലെ ബ്ലോക്കിൽ നമ്മൾക്കെതിരെ സ്ഥാനാർത്ഥികളും ഇല്ലാത്തൊരു അവസരമാണ്. അപ്പം തീർച്ചയായിട്ടും ഈ ത്രിതല പഞ്ചായത്തിലും പാലാ മുനിസിപ്പാലിറ്റിയുടെയും വിജയം വഴി ജോസ് കെ മാണി ഈ പാലായുടെ ഭാവി മാണിസാറാണെന്ന് തെളിയിക്കുന്ന ഒരു ഇലക്ഷൻ്റെ ചവിട്ടുപടിയായിരിക്കും ഇത് എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവുമില്ല. ശ്രീ ജോസ് കെ മാണി MP സാധാരണ ജനങ്ങളുമായി ഒരു ഇൻട്രാക്ഷൻ കുറവാണ് എന്നൊരു പൊതു കാഴ്ചപ്പാട് പാലായിലുണ്ട്, എല്ലാവരും സംസാരിക്കുന്നു. അതായത് ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടേതായ മാനറിസങ്ങളാണുള്ളത്. അത് ഒരാളെ അച്ചിട്ട് വാർത്ത പോലെ അയാളുടെ ഈ മോണാക്ട് കളിക്കാനല്ലല്ലോ ജോസ് കെ മാണി ജനിച്ചത്. കുട്ടിയമ്മ ചേച്ചിയുടെയും മാണിസാറിൻ്റെ മകനായിട്ട് ജനിച്ചു. അവർ നല്ല വിദ്യാഭ്യാസം കൊടുത്തു, ഈശ്വരവിശ്വാസത്തെ വളർത്തി. അവിടെ ഇന്ന് വരെ ജോസ് കെ മാണിയുടെ വായിന്ന് ഒരു അനാവശ്യമോ എതിരാളി ഒരു ചീത്ത വാക്കോ PC ജോർജ് പരത്തെറിയോ വല്ലോ അങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒരു എതിരാളിയെ പോലും വിമർശിക്കുന്നില്ല. അതുപോലെ തന്നെ കേട്ടു, നമ്മുടെ ചെറുതും വലുതുമായി നാട്ടുകാരുടെ ആവശ്യങ്ങൾക്ക് ജോസ് കെ മാണി സാറിൻ്റെ വീട്ടിൽ ഒരു 100-200 പേര് പുള്ളിക്കൂടെ ഉള്ളപ്പം ഉണ്ട്. അവരൊക്കെ വിചാരിക്കുന്ന ഓരോ കാര്യങ്ങളും നടക്കുമെങ്കിൽ നടന്നാൽ അതിൻ്റെ ഫോളോ അപ്പും ചെയ്തിട്ടാണ് ആ മനുഷ്യൻ പോകുന്നത്. അതുപോലെ തന്നെ ഒരാൾ കാണിക്കുന്ന പോലെ തന്നെ മിമിക്രി കാണിക്കുന്ന ആളല്ലല്ലോ ജോസ് കെ മാണി. ജനകീയനാണെന്ന് അഭിനയിക്കുകയല്ല, ജീവിക്കാൻ സിനിമാ നടനല്ല. കാരണം മാനസികാമനൊക്കെ സിനിമാ നടനാ, പുള്ളിക്ക് അഭിനയിക്കാൻ അറിയാം. ഇദ്ദേഹം വലിയ ഒരു നല്ല വിദ്യാഭ്യാസമുള്ള ഒരു ഗുരുത്വമുള്ള ഒരു നല്ല മനുഷ്യൻ. അതായത് എല്ലാവരോടും പുള്ളിയുടേതായ രീതിക്ക് ചെയ്യുന്നു. അതുപോലെ മാണിസാറിൻ്റെ കോപ്പി അടിക്കാൻ അത് മോണോആക്റ്റുകാർ ചെയ്യുന്നില്ലേ, പുള്ളി മോണോആക്റ്റ് അല്ല ചെയ്യുന്നത്. കാരണം എനിക്ക് തോന്നുന്ന രാഷ്ട്രീയ വിമർശകർ പോലും ജോസ് കെ മാണിയുടെ കാഴ്ചപ്പാട്, അദ്ദേഹം 2 തവണയുടെ MP ആയിരുന്ന ആളാണ്. ഒരു കോട്ടയം ജില്ലയെ വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റണം. ഇവിടുത്തെ റോഡ് വികസന ഫണ്ട്, കേന്ദ്ര റോഡ് ഫണ്ട് എന്നൊരു സാധനം കേരളത്തിലെ MP-മാർക്ക് ആദ്യം കാണിച്ച് ട്രിപ്പിൾ വല്ലൂർ വഴിക്ക് 17 കോടി രൂപ കൊടുത്തോണ്ടാണ്. അതിനുശേഷമാണ് കേരളത്തിലെ MP-മാർക്ക് ഇങ്ങനെ ഒരു ഫണ്ടുണ്ടെന്നും അതുവഴി ഇപ്പോൾ നിതിൻ ഗഡ്കരിയായിട്ട് ബന്ധപ്പെട്ട് കോടാനുകോടിയുടെ വികസനം നമ്മുടെ നാട്ടിലേക്ക് വരാനൊരു സാഹചര്യം ഒരുക്കിയത്. അതുപോലെ 1 MP 1 ഐഡിയ, ആ ഒരു സംവിധാനം ഒരു MP-യുടെ ഫണ്ട് ഉപയോഗിച്ച് അദ്ദേഹം ചെയ്ത ഒരു വലിയ ഒരു കാലിബറ സയൻസ് സിറ്റി, അത് ട്രിപ്പിൾ-IT ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. 3000 പേരോളം ഇന്ത്യയുടെ വിവിധ ഭാഗത്ത് ഇവിടെ വരുന്നു. ഈ ശരിക്കും പാലായുടെ ഇപ്പോഴത്തെ ഒരു എക്കണോമി നിയന്ത്രിക്കുന്നത് ട്രിപ്പിൾ-ITയിൽ വരുന്ന മക്കളും അവരുടെ പേരൻസും ബ്രില്യൻ്റ് വരുന്ന ഒരു സംവിധാനം കൂടെ ഉൾപ്പെടുത്തിയ.
കാരണം ഇപ്പോൾ ഓൺലൈൻ വ്യാപാരമൊക്കെ വന്നപ്പോഴത്തേക്കും വ്യാപാര മേഖലയിലൊക്കെ ഒരു സംഭ്രാവസ്ഥയുണ്ട്. എന്നിട്ടും ഇവിടുത്തെ വ്യാപാരികൾ പിടിച്ചു നിൽക്കുന്നു. ഹോട്ടൽ വ്യവസായം, റൂംസ് ഒക്കെ പോകുന്നതും ഈ ട്രിപ്പിൾ ഐറ്റിയും അത് വലിയൊരു ഘടകമാണ്. 3000 പേര് അവർ എല്ലാ ദിവസവും 6 മണിക്ക് ഇവിടെ പാലയിൽ വരുന്നു, ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നു, അവരുടെ പേരൻസ് വീക്കെൻഡിൽ വരുന്നു. അങ്ങനെ ഒരു റൊട്ടേഷൻ ഇവിടെ അതിനൊക്കെ ഒരു കാരണഭൂതനെ മണിസേക്കാപ്പൻ അന്നങ്ങാണ്ട് വരുന്നത് പട്ടിക്ക് മുഴുവൻ തേങ്ങാന്ന് കിട്ടി. അപ്പോൾ അത് ഒരാളുടെ വികസന കാഴ്ചപ്പാടിൻ്റെ ഇടുങ്ങിയ ചിന്താഗതി. ആനയും കുഴിയാനയും തമ്മിൽ പോലെ തന്നെ എത്ര അന്തരമാണത്. കാരണം ഇങ്ങനെ ഒരു ഇത്ര ഏക്കർ സ്ഥലത്ത് ഇത്രയും ചതുരശ്രമിച്ച ഒരു കെട്ടിടവും അത് അങ്ങനെ ഒരു വികസന കാഴ്ചപ്പാടുള്ള ഒരു മനുഷ്യനെ. പിന്നെ വേറൊരു പൊളിറ്റിക്കൽ വശം എന്ന് വെച്ചാൽ ചില ആൾക്കാരൊക്കെ ചിന്തിക്കുന്നത് ട്രിപ്പിൾ ഐറ്റി കൊണ്ട് എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്നുള്ളതാണ്. പിന്നെ എല്ലാവർക്കും ചിലവരൊക്കെ വിചാരിക്കുന്നത് ഇങ്ങനെ ഈ മിമിക്രി കാണിക്കുന്നവർ മാത്രമേ നേതാവുള്ളൂ എന്നൊക്കെ ഒരു വിശ്വാസം. ആ കാലമൊക്കെ പോയി. ഒരു നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ജനങ്ങളെ ചിരിച്ചു കാണിച്ച് ജനങ്ങളോടൊപ്പം നിന്ന് ചിരിച്ചു കാണിക്കരുത് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ചിരിക്കണം, അല്ല ചിരിക്കുന്നതിനൊക്കെ ഒരു രീതി, വാ തുറന്നിരിക്കാം, അട്ടഹസിക്കാം, ചെറിയ പുഞ്ചിരി. അങ്ങനെയല്ല, അത്തരത്തില് ജനങ്ങളോട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടെന്നുള്ള തോന്നൽ അവർക്കുണ്ടാക്കിയാൽ മാത്രം പോരാ, അവർക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം. ഞാൻ ചോദിക്കട്ടെ, മാണിസാറിന്റെ ഒരു സ്വപ്ന പദ്ധതി മിനിച്ചർ റിവർ വാലി പദ്ധതി, അത് പല രാഷ്ട്രീയ കക്ഷികളും നേതാക്കന്മാരോട്ട് തുറക്കം വെച്ചു. ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റാണ് നമ്മുടെ പാർട്ടിയുടെ ജലസേചന മന്ത്രി. അദ്ദേഹം ഇടപെട്ട് നമ്മുടെ മിനിച്ചർ റിവർ വാലി പദ്ധതി കഴിഞ്ഞ ഇലക്ഷൻ വന്നുകൊണ്ടായി ഡിക്ലെയർ ചെയ്യാത്തത്. അപ്പം നമുക്ക് ആ പദ്ധതി വന്നു കഴിഞ്ഞാൽ മൂവാറ്റുപുഴയിലും തൊടുപുഴയിലും ഒക്കെ പോലെ നമ്മുടെ മീനച്ചിനാറ്റിൽ സുഭിക്ഷമായിട്ട് എപ്പോഴും ജലനിരപ്പ് ഉയർത്തുന്ന പദ്ധതി ഈ റോഷി സാറ് ഇരിക്കുന്ന കാലത്തിന് മുന്നേ ഉണ്ടാകും. അതിൻ്റെ ചാലക ശക്തിയായിട്ടുള്ള ജോസ് കെ മാണിയാണ്. അത് നാടിൻ്റെ വികസനമല്ലേ. അപ്പോൾ നമ്മുടെ കൃഷിയിടങ്ങളിലേക്കൊക്കെ എപ്പോഴും വെള്ളവും നനവും കിണറ്റുകളിലൊക്കെ വെള്ളം ഉണ്ടാകും, കൃഷിക്ക് ഗുണകരമായ സാഹചര്യം അത് ജോസ് കെ മാണി കൊണ്ടുവരുന്നില്ലേ. അതുപോലെ വലിയ കാര്യമില്ല. ഇപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ 7 കോടി കൊണ്ടുവരുമോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുമ്പോൾ സമയമാകും. ജോസ് കെ മാണി ഇനിഷ്യേറ്റീവിലല്ലേ ഇപ്പോൾ കണ്ടില്ലേ, ഭയങ്കര മിഷൻ വെച്ച് അതെല്ലാം വാരി വലിയ സ്പ്രേ ചെയ്ത് കണ്ടായിരുന്നു. 7 കോടിയുടെ വർക്ക് ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. കാരണം ഒരു പ്രദേശത്ത് ഒരു ജില്ലയിൽ, നമ്മുടെ കോട്ടയം ജില്ലയിൽ, ഇടുക്കി ജില്ല ആദ്യമായിട്ട് വന്ന പത്തനംതിട്ടയിലും വന്നതാണ് നമ്മുടെ സിന്തറ്റിക് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പാലാ സ്റ്റേഡിയത്തിന്റെ സിന്തറ്റിക് ട്രാക്ക് കോടികളുടെ പദ്ധതി. അത് വെള്ളം കയറി പോയി. ഇപ്പോൾ അത് 7 കോടി രൂപ വെച്ച് പുനരുദ്ധരിക്കാൻ വേണ്ടി വീണ്ടും ഒരു 7 കോടി അനുവദിച്ചിരിക്കുക. അത് ജോസ് കെ മാണിയുടെ ഇനിഷ്യേറ്റീവ് അല്ലേ. അതൊരു MLA ചെയ്യാൻ കഴിയുന്നതല്ല. അല്ല, സംസ്ഥാന സർക്കാരിൽ അത്രത്തോളം ഹോൾഡ് ഉള്ളവരാണ്. അത് ജോസ് കെ മാണി ഇവിടെ ജയിച്ചു വരിക തന്നെ ചെയ്യും. അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാട് ഈ നാടിന് ഗുണകരമായിട്ട് തന്നെ ഭവിക്കും. പിന്നെ മുനിസിപ്പാലിറ്റി ഇലക്ഷനോട്ട് വീണ്ടും വരിക. അതായത് ഞാൻ വിശ്വസിക്കുന്നത് ഒരു 17-18 തൊട്ട് 20 വരെ സീറ്റിൽ ജോസ് കെ മാണി നേതൃത്വം കൊടുക്കുന്ന മുന്നണി ഇവിടെ അധികാരത്തിൽ വരും. യാതൊരു തർക്കങ്ങളുമില്ല. എനിക്ക് തോന്നുന്നത് UDF കുറെ കുറുക്കു വഴികൾ കുറെ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ബിനു പുളിക്കക്കണ്ടത്തിന്റെ ഫാമിലി ഉൾപ്പെടെ മത്സരിക്കുന്ന 3 വാർഡുകൾ. പിന്നെ ഇപ്പോൾ ഇവിടെയാണ് മരിയസ്ഥാനത്തിന്റെ ഈ പറഞ്ഞ പോലെ ഇത് ഓൾറെഡി പറഞ്ഞു. ഈ പുളിക്കക്കണ്ടത്തിന്റെ ആ ഒരു ഫാമിലി 3 വാർഡുകളെ സംബന്ധിച്ച് അത് ഞാൻ മനസ്സിലാക്കുന്നത്, സത്യം പറഞ്ഞാൽ രാഷ്ട്രീയ പാപ്പരത്വം എന്നേ പറയാൻ പറ്റുള്ളൂ. അതായത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, തെരഞ്ഞെടുപ്പ് പ്രക്രിയ സമാപിച്ച് നോട്ടിഫിക്കേഷൻ വരുന്നതിൻ്റെ തലേദിവസം വരെ എനിക്ക് തോന്നുന്ന ഈ കുറുമുന്നിനെ പറയുന്ന 3 പേരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാകാൻ അങ്ങേയറ്റം പല രീതിയിലും മുട്ടി. ജോസ് കെ മാണിയെ സമീപിച്ചു, അല്ലെ മുന്നണിയെ സമീപിച്ചു. അപ്പം മുന്നണി ഒറ്റക്കെട്ടായിട്ട് തീരുമാനിച്ചത് ഞാൻ, അതായത് എങ്ങനെയെങ്കിലും, കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജോസ് കെ മാണി നേതൃത്വത്തിൽ ഇവിടെ അധികാരത്തിൽ വരുള്ളൂ, അതിൻ്റെ ഭാഗമാകാൻ അവർ അങ്ങേയറ്റം തലേദിവസം വരെ ശ്രമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ മുന്നണി നേതൃത്വം എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു കാരണം മുന്നണിയെ തെറി പറഞ്ഞ് മുന്നണിയുടെ നയിക്കുന്ന വലിയ പാർട്ടിയുടെ ചെയർമാൻ ജോസ് കെ മാണിയുടെ തന്തയ്ക്കും തള്ളയ്ക്കും ഭാര്യയ്ക്കും അങ്ങനെ പുള്ളി വ്യക്തിപരമായിട്ട് കടത്തിവിടപ്പെടുന്നു. എന്തെല്ലാം വിഷയങ്ങളിവിടെ. അത്രയും പുള്ളി അപകീർത്തിപ്പെടുത്തിയ ഒരു ആളെ വീണ്ടും എടുക്കുന്നതിൽ അനൗചിത്യം ഈ നേതാക്കന്മാർക്കൊക്കെ ബോധ്യപ്പെട്ടതിന് ശേഷം ഇവരെ കൂട്ടുണ്ടാകുന്നത് തീരുമാനിച്ചു. അതായത് എനിക്കൊന്ന് നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ തലേദിവസം എന്ന് പറഞ്ഞ പോലെയാണ് സംഭവിച്ചത്. എന്നിട്ട് ആ അറിഞ്ഞ പാർട്ടീസ് UDFന്റെ സ്ഥാനാർത്ഥികളാണ്. ഒരു സുപ്രധാന, ഞാൻ ദിവാകരൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. ദിവാകരൻ സ്ഥാനാർത്ഥി നമുക്ക് ചിന്തിക്കാൻ കൂടെ പറ്റത്തില്ല. ദിവാകരൻ KTUCയുടെ ജോസൂട്ടിച്ചേട്ടൻ്റെ നിഴൽ പോലെ ഉച്ചവരെ നടന്നു. 1 മണിക്ക് നടന്നു, 2 മണിക്ക് കൈപ്പത്തി ചിഹ്നത്തി സ്ഥാനാർത്ഥി. അതോടെ ബ്ലോക്ക് പ്രസിഡന്റിനെതിരെ പിന്നെ കോൺഗ്രസ് ഭാരവാഹിയുടെ ഭാര്യ സിറ്റിംഗ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ പുള്ളി തന്നെ സ്ഥാനാർത്ഥി. അതുപോലെ തന്നെ ശരിക്കും
ഞാൻ പറയാം 1, 2, 3 വാർഡുകൾ സത്യം പറഞ്ഞാൽ ഏകപക്ഷീയമായിട്ട് ജയിച്ചിരിക്കുക. അതുപോലെ ജോർജ് കുട്ടി ചെറുവള്ളി ജയിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വാർഡും അപ്പോൾ അതിൽ ആർക്കും സംശയമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം എത്ര കുബുത്തികൾ ജോമോനോടൊക്കെയല്ല അതിനേക്കാളും മുഴുത്തവും വന്നിവിടെ കളിച്ചാലും ഇവിടുത്തെ ജനങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട്. അവർ നമ്മളെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. കാരണം നമ്മുടെ കുടിവെള്ള പദ്ധതി ആയിക്കോട്ടെ, റോഡിൻ്റെ വികസനമായിക്കോട്ടെ, ഒരു നാട്ടിൽ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ അവർ വിളിക്കുമ്പം അവർക്ക് അപ്രോച്ചബിൾ ആയിട്ട് ഒരാളായിരിക്കണം. അല്ലാതെ വിമാനത്താവളമോ വലിയ ഹെലികോപ്റ്ററിൽ ഇറങ്ങുമൊന്നും വേണ്ട. പിന്നെ വടിയിൽ 2 ലൈറ്റ് പോകുമ്പോൾ വിളിച്ചു പറയുമ്പം അതൊന്ന് ശരിയാക്കണം. ആ നിലയ്ക്ക് കഴിഞ്ഞ 5 വർഷവും നല്ല രീതിയിൽ പ്രവർത്തിച്ചെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം. പിന്നെ മനുഷ്യസഹജമായ കുറ്റങ്ങളും കുറവുകളും ഒക്കെ മനുഷ്യനല്ലേ, ചിലപ്പോൾ പെട്ടെന്ന് അരിശം വരാം, അല്ലെങ്കിൽ വാക്കിനകത്ത് ചിലപ്പം നോട്ടത്തിൽ ചെറിയ പെശക, അങ്ങനെ ചെറിയ കുത്തും കോമായും നോക്കാനാണ് കുറച്ചൊക്കെ കുറ്റം എനിക്കും കാണുമായിരിക്കും. എന്നിരുന്നാലും ബേസിക്കലി നാട്ടുകാരുടെ കൂടെ നിന്ന് പാലാ മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് പുറത്തോട്ട് ഇറങ്ങുന്ന 26 കൗൺസിലർമാരിൽ ഒരു 2 or 3 ഏറ്റവും നല്ല പെർഫോമൻസ് ചെയ്ത ഒരാളെ കൊണ്ട് അതിലൊരാളായിരിക്കും ഞാനെന്ന് എൻ്റെ പ്രോഗ്രസ് കാർഡിൽ എൻ്റെ മനസ്സാക്ഷിയുടെ മുന്നിൽ എനിക്ക് ഉറപ്പുണ്ട്. ആ പ്രോഗ്രസ് കാർഡ് കൊണ്ടാണ് എൻ്റെ ഭാര്യ ഇവിടെ സ്ഥാനാർത്ഥിയാകാൻ നിന്നത്. അപ്പം ആ ഒരു സ്വീകാര്യത മുന്നിൽ കണ്ടുകൊണ്ട് കുറുക്കുവഴിയുടെ തകർക്കാനാണ് നേരത്തെ പറഞ്ഞ കളികളെല്ലാം കളിച്ചത്. ഇത് ഈ ജോമോൻ ഓടയ്ക്കൻ്റെ പിന്നിൽ ജോമോൻ ഓടയ്ക്കൻ എന്ന് പറയുന്ന ആൾ വലിയ സാമൂഹ്യ പരിഷ്കർത്താവോ ഈ മരീസാനത്തിന് ഒരു കരി ഒരു നേരത്തെ കാലിച്ചായ മേടിച്ചു കൊടുത്തുള്ളതാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അവൻ്റെ പിന്നിൽ ഈ UDF സംവിധാനത്തിൻ്റെ MLA ഉൾപ്പെടെ ഡിജോ കാപ്പൻ്റെ ഒരാളായിട്ടാണ് ഞാൻ കണ്ടുവയ്ക്കുന്നത്. ഈ കോൺഗ്രസിൻ്റെ നേതൃത്വം ഉൾപ്പെടെ ഓരോ വാർഡിലും ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യുമല്ലോ, അതിനുവേണ്ടി ഇവനെ ഒരു പണിയാളാക്കി വെച്ച് ചെയ്ത പണിയാണ് അത്. മരീസാനത്തിന് ഒരുപാട് നൊമ്പരം ഉണ്ടായി എന്നുള്ളത് സത്യമാണ്, അത് ഞാൻ തിരിച്ചറിഞ്ഞു. എന്നിരുന്നാലും പൗരൻ്റെ അവകാശം വിനിയോഗിക്കാൻ സന്തോഷും ഭാര്യയെങ്കിലും വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അവരെ പോലും വീട്ടിലിരുത്താൻ യുവമാരുടെ ഭീഷണിയും ബ്ലാക്ക് മെയിലിങ്ങും കൊണ്ട് സാധിച്ചു. ഇത്തരത്തിലുള്ള മനുഷ്യനെ സ്നേഹിക്കുന്ന, പാവങ്ങളെ സംരക്ഷിക്കുന്ന, കാരണം ഒന്ന് ചിന്തിച്ചാൽ അറിയാം, അതായത് ഇന്ന് വഴിയരികിൽ ഒരാൾ മരിച്ചു പോയാൽ, അല്ലെ ഒരു അനാഥൻ, അല്ലെ ഒരു വഴിപോക്കൻ വിശന്ന് വഴി തളർന്ന് കിടന്നാൽ പോലീസ് വിളിച്ചു പറയും. പോലീസ് എന്നാ ചെയ്യും? ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോകും. അവരെന്നാ ചെയ്യും? അവസാന സന്തോഷം എടുക്കാവോ? ഇത് പാലപ്പട്ടണത്തെ മാത്രമല്ല, കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഉള്ള സംവിധാനത്തിൽ ഈ ഒരു മര്യാദസ്ഥാനമായി ജനങ്ങൾക്ക് വേണ്ടി ഇത്രയും ഓപ്പണായിട്ട് നിൽക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഒഴിഞ്ഞു പറഞ്ഞ ആൾക്കാർ. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്നു മര്യാദസ്ഥാനത്തിലെ പുതിയ അതിഥി എന്ന് പറയുന്നത് മിക്ക ദിവസങ്ങളിലും രാത്രിയിൽ ആരെങ്കിലും ഒക്കെ ചെല്ലുന്നു, ഒരാളോട് നോ പറയുന്നില്ല. അങ്ങനെ ചെയ്യുന്ന ആ മനുഷ്യനെ വേദനിപ്പിക്കുന്ന രീതിയിൽ, അവൻ്റെ അവകാശം നിഷേധിക്കുന്ന രീതിയിൽ, അവന് ഒരു വോട്ട് ചെയ്യാൻ പോലും അവനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ അവനെ ബ്ലോക്ക് ചെയ്യുന്ന നെറുകെട്ട രാഷ്ട്രീയം ഈ നാടിന് ഭൂഷണമല്ല. ഇത് പൊതുജനം തിരിച്ചറിയണം. ഇവന്മാരെ വീടിൻ്റെ പടിക്ക് പുറത്ത് നിർത്തണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ കേരള കോൺഗ്രസ് എമ്മിൻ്റെ, അതായത് മാണിസാറിൻ്റെ ഒപ്പം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ട് എത്ര കാലമായി? എനിക്ക് തോന്നുന്നത് ഒരു 35 വർഷക്കാലമായെന്നാണ് എൻ്റെ വിശ്വാസം. 35 വർഷമായി. എനിക്ക് ആകെ 35 വയസ്സ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എൻ്റെ അപ്പച്ചന് ഈ മാണിസാറിൻ്റെ ശിഷ്യന്മാരായിട്ട് ഒട്ടനവധി രാഷ്ട്രീയക്കാരുമായിട്ട്, ഈ കുര്യാക്കോസ് പടവൻ, തോമസ് പെരുന്തോലി, അങ്ങനെ കുറേ ആളുകളുമായിട്ട് സൗഹൃദമുണ്ട്. അപ്പം സ്ഥിരമായിട്ട് അപ്പച്ചൻ്റെ കൂട്ടുകാരൊക്കെ ഇവിടെ കൂടും. അപ്പോൾ ഈ പ്രൊഫസർ ജോസഫ് മാത്യു അഞ്ചേരി, പ്രൊഫസർ KS സെബാസ്റ്റ്യൻ, പ്രൊഫസർ KC കുര്യാക്കോസ്, ഇവരൊക്കെ ഇവിടുത്തെ മുൻകാല കൗൺസിലേഴ്സൊക്കെ. അവരുടെയൊക്കെ നിൽക്കുന്ന കാലത്ത് ഞാൻ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അതായത് മാണിസാറ് നമ്മുടെ കുടുംബങ്ങളിൽ വരുന്ന ഹൗസ് മീറ്റിംഗ് എന്ന് പറയുന്ന സാധനം എൻ്റെ അപ്പന് ഭയങ്കര ആവേശമായിരുന്നു. മാണിസാറ് അതൊരു നമ്മൾ എത്രാം പോലെ ഒരാളല്ല മാണിസാറ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ മാണിസാറ് വരും. അപ്പോൾ അപ്പച്ചന് അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ, ഫുഡ്, ബാക്കി അന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ കാലത്തുള്ള സംവിധാനങ്ങളിലൊക്കെ ഒരുക്കി കുറേ ആളുകൾ വരുന്നു. നമ്മുടെ വീട്ടിൽ എപ്പോഴും ആൾക്കൂട്ടം. അപ്പോൾ ഒരു പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇലക്ഷൻ വരുമ്പോൾ ഒരു 2 കമ്മിറ്റിയെങ്കിലും മാണിസാറ് വരുന്നത് എൻ്റെ വീട്ടിലുണ്ട്. അപ്പം തൊട്ട് മാണിസാറിനോട് എനിക്ക് ഭയങ്കര സ്നേഹവും ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം 10-23 വർഷമായി എൻ്റെ അപ്പച്ചൻ മരിച്ചു പോയപ്പോൾ. അന്ന് എൻ്റെ അപ്പച്ചൻ്റെ കൂട്ടുകാരുടെ ശിഷ്യന്മാരിൽപ്പെട്ട ആളാണ് കുര്യാക്കോസ് പടവൻ, അങ്ങനെ തോമസ് പെരുന്തോലി, അങ്ങനെ ടീം. അപ്പം അപ്പച്ചൻ്റെ മരണശേഷം കുര്യാക്കോസ് പടവൻ ഞാനും വലിയ സുഹൃത്തുക്കളായിട്ട് മാറി. അപ്പം ഞങ്ങൾ ഒരുമിച്ച് നടക്കും. അപ്പം അന്നും എനിക്ക് ഈ രാഷ്ട്രീയക്കാരനാണെങ്കിലും ഇങ്ങനെ സ്ഥാനമാനങ്ങളിലൂടെ അല്ലെ പാർട്ടി ഭാരവാഹിത്വ കൗൺസിൽ മോഹങ്ങളൊന്നും ആദ്യകാലങ്ങളില്ല. ഞാൻ എൻ്റെ കൂട്ടുകാർ നേതാക്കന്മാരാവണം, അവർ ചെയർമാനും ഒക്കെ ആണെന്ന് കണ്ടാസ്വദിക്കുക, അതിന് വേണ്ടിയിട്ട് പട്ടിപ്പണി ചെയ്യുക, ഇതൊക്കെ എൻ്റെ ഒരു കാഴ്ചപ്പാടായിരുന്നു.
അങ്ങനെ ഇങ്ങനെ നടന്നപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ പറ്റുമ്പോൾ നമ്മൾ അങ്ങനെ നിന്നാൽ പോരല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് പല പല മീറ്റിങ്ങിലും ഒരു കോമ്പയറിങ് ഒക്കെ ആയിട്ട് ഈ പ്രസംഗിക്കാനുള്ള ആ പേടിയും വിറയൊക്കെ അങ്ങ് മാർക്കറ്റ് പല വലിയ സാറിൻ്റെ വലിയ, അതായത് ജുഡീഷ്യൽ കോൺഫറൻസ് ഉദ്ഘാടനം, മൂന്നാനിലെ ഇരട്ടപ്പാലം ഏകീകരിക്കുന്ന സംവിധാനം, കോടതി സമുച്ചയം, ഇതിൻ്റെയൊക്കെ മാസ്റ്റർ ഓഫ് സെറമണി, അതുപോലെ ഗ്രീൻ ടൂറിസം സർക്യൂട്ടിൻ്റെ ലണ്ടൻ ബ്രിഡ്ജ്, ഇതൊക്കെ മാണിസാറ് പൈലറ്റ് ചെയ്യുമ്പം അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങുകളിൽ ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന ഞാനാണ്, അതിൻ്റെ അണിയറ പ്രവർത്തനത്തിൽ ഞാൻ. അപ്പം അവരുടെ കൂടെ വിളക്ക് എത്തിക്കുമ്പോൾ ഞാനും സ്റ്റേജിലുണ്ട്. അങ്ങനെ എനിക്ക് മാണിസാറിനോട് ഇഷ്ടമായി. ഇപ്പോൾ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പറയാൻ, അതുപോലെ തന്നെ ഞാൻ മാണിസാറിനെ കണ്ടൊരു കാര്യം, മാണിസാറ് മന്ത്രിയായിരിക്കുമ്പോൾ ഭയങ്കര ആരവങ്ങളാണ്, പോലീസ്, വോട്ടർ, ദിവസം 10,000 പേര്. അദ്ദേഹം MLA മാത്രമായിരിക്കുമ്പോൾ തുലവും ആൾ കുറവാണ് വീട്ടിൽ. അപ്പോൾ ആ സമയങ്ങളിൽ മാണിസാറിനെ കാണാൻ ഞാൻ പോകുമായിരുന്നു. അപ്പോൾ അന്നേരം മാണിസാറ് വളരെ സ്നേഹത്തോടെ ഒരു മകനെ തുല്യമായിട്ട് വാത്സല്യത്തോടെ എന്നോട് മിണ്ടുകയും പറയുകയും, എനിക്ക് തോന്നുന്നത് കുര്യാക്കോസ് പടവൻ ചെയർമാനായിരുന്ന ആ കാലഘട്ടത്തിൽ അന്ന് UDFൻ്റെ പ്രകടന പത്രിക ഉണ്ടാക്കിയത് അന്ന് മാണിസാറ് കൈലിമുണ്ടും ബനിയനും ഇട്ട് ഞാൻ തന്നെ പോയിരിക്കുന്നു, പുത്തേട്ട് സിബി, ഞങ്ങൾ 3 പേരും കൂടി അന്ന് ബൾബായിരുന്നു നമ്മുടെ എതിരുടെ കോമൺ ചിഹ്നം. അന്ന് RV ജോസ് എന്ന് പറഞ്ഞ ആളായിരുന്നു പാനൽ ലീഡ് ചെയ്ത്. ആ കാലത്ത് പ്രകടന പത്രിക ഉണ്ടാക്കാൻ എടാ നമുക്ക് ലൈറ്റിൻ്റെ കാര്യത്തിൽ എന്ത് വേണം, അങ്ങനെ വെച്ചിട്ട് നമ്മൾ തന്നെ ഒരു ക്യാപ്ഷൻസ് ഉണ്ടാക്കുമ്പം ആ ക്യാപ്ഷൻ നമ്മളുടെ ഒരു പത്രം ഇറക്കുമ്പം ഏത് നേതാവിൻ്റെ പേര് റിലീസ് ചെയ്യണം, നമുക്ക് ഇന്ന ആൾക്ക് കൊടുത്താലോ. അത്ര ഫ്രണ്ട്ലി ആയിട്ട് മാണിസാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതൊരു വ്യാപാര മേഖലയിൽ ഞാൻ വ്യാപാര വ്യവസായയിൽ കൂടെ കുറച്ച് ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട രീതി ഞാൻ ഉയർന്നു വന്നപ്പം എന്നെ മാണിസാറ് കേരള വ്യാപാരി ക്ഷേമനിധി ബോർഡിൻ്റെ അംഗമായിട്ട്, അതായത് മാണിസാറ് ധനകാര്യമന്ത്രി ആയപ്പം ഒരു ബോർഡ് എന്നിട്ട് അപ്പോൾ ഞാൻ സാറേ 9 IASകാരും അതുപോലെ തന്നെ വലിയ മാണിസാറ് ചേർന്നിട്ട് വലിയ സഭ തിരുവനന്തപുരത്ത്, അവിടെ വന്ന് അവരുടെ കൂടെ ഇരിക്കാനുള്ള ഒരു യോഗ്യത ഉണ്ടെന്നോ അല്ലെങ്കിൽ എനിക്കുള്ള കഴിവില്ല. പിന്നെ ഒത്തിരി അവിടെ തിരുവനന്തപുരത്ത് എപ്പോഴും പോകണം, അതിന് സമ്പത്തൊന്നും എനിക്കില്ല, എനിക്ക് വേണ്ട സാറേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരൻ മൂഴെ ലിപിക്ക് എനിക്ക് മാണിസാറ് തന്ന ക്ഷേമനിധി ബോർഡ്, അതായത് എത്ര വർഷങ്ങൾക്ക് മുന്നേ മാണിസാർ എനിക്ക് ക്ഷേമനിധി ബോർഡ് അംഗത്വം തന്നു. അപ്പം ആ മനുഷ്യനോടുള്ള, കാരണം എന്നെപ്പോലെയുള്ള അന്നത്തെ കുറച്ചൊരു ചെറുപ്പക്കാരനാണ് ഞാൻ, എനിക്കൊരു ക്ഷേമനിധി ബോർഡ് കിട്ടാൻ അത്ര വലിയ രാഷ്ട്രീയ വലിപ്പം എന്നുണ്ടെന്ന് ഞാൻ ചിന്തിച്ചില്ല. അന്ന് എനിക്ക് തന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് രാഷ്ട്രീയത്തിലും പല വ്യക്തി ജീവിതത്തിലും ഒരു വിഷമങ്ങളും പ്രയാസങ്ങളും എന്നെ വിളിച്ച് കൂടെ കയറ്റി വണ്ടിയെ കയറ്റി യാത്ര ചെയ്ത് എന്നാണ് നിൻ്റെ വിഷയം, നിനക്ക് എന്നെ വേണം എന്ന് ചോദിച്ച് എന്നെ സ്നേഹിച്ച ഒരു വലിയ മനുഷ്യനായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഇന്നും ഓർക്കുന്നു മാണിസാറിനെ പറ്റിയുള്ള വൈകാരികമായ എൻ്റെ ഒരു അവസരം പറയുകയാണ്. എൻ്റെ ഭാര്യ മുട്ടിന് സർജറിക്ക് വേണ്ടി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് മറ്റേ സാറിനെതിരെ ആരോപണം വന്ന് ഉണ്ണിയാടനും PJ ജോസഫും മാണിസാറോട് ഒരുമിച്ച് രാജിവെക്കാമെന്ന് തീരുമാനിച്ചു. അന്ന് കുര്യാക്കോസ് പടവനും ഞാനും ഒരു കക്ഷിയുടെ മാണിസാറിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. പടവൻ്റെ ഭാര്യ റാണി ചേച്ചിക്കും എൻ്റെ ഭാര്യയ്ക്കും ഒരുമിച്ചും ഒരു ഡോക്ടറെ, ബിബിൻ തെരുവൻ, ഞങ്ങളുടെ കൂട്ടുകാരൻ ഡോക്ടറെ കാണാൻ പോയപ്പോൾ എന്നെ ഭാര്യ അഡ്മിറ്റ് ചെയ്തു. അവരെ പറഞ്ഞു വിട്ടു. അന്ന് 7 മണിക്കാണ് മാണിസാറിൻ്റെ വിഷയങ്ങൾ TV, നമ്മുടെ മുറി ആശുപത്രി റൂമിൽ TV ഉണ്ട്. ഉടനെ രാജിവെക്കാൻ ഒരുങ്ങുന്നു, മറിച്ച് ഇങ്ങനെ വിഷയങ്ങൾ കാണുന്നു. ഉടനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ P. ജോസഫിനെ കണ്ട് ഉണ്ണിയാടൻ രാജിവെക്കുന്നില്ല എന്നൊരു സാധനം വരുന്നു. എൻ്റെ ഭാര്യയോട് ചോദിച്ചറിയാം, ഞാൻ ആശുപത്രി മുറിയിൽ ഞാൻ പൊട്ടിക്കരഞ്ഞത് വയലൻ്റായിട്ട് ഞാൻ പടവനെ വിളിച്ച് പറഞ്ഞു എനിക്ക് വണ്ടി വിടണം, ഇപ്പോൾ എനിക്ക് പാലായിക്ക് വേണം, മാണിസാറിനെ കാണണം. അന്നിങ്ങനെ ഞാൻ വികാരം കൊണ്ട് വിഷമിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ ആ ഒരു ബന്ധം എനിക്ക് മാണിസാറിനോട് അതുപോലെയുണ്ട്. അതുപോലെ തന്നെ മാണിസാറിൻ്റെ മരണത്തിൻ്റെ തൊട്ട് മുന്നുള്ള സാറിൻ്റെ പിറന്നാണ്. ശരിക്കും അന്നും മാണിസാർ ഉള്ളപ്പോൾ മാണിസാർ എന്നെ നിയോജകമണ്ഡലം സെക്രട്ടറി ആക്കിയതാണ്. ജോസ് കെ മാണിസാർ ഇപ്പം പാർട്ടി ഇപ്പോൾ ഒരു സംഘടന വന്നപ്പോഴും എൻ്റെ സ്ഥാനത്തെ പറ്റി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ പാർട്ടി പാലാ പാർട്ടിയാണ്. ഈ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റി ആകുന്നതിന് പാലായിലൊരു മാണിസാർ എന്ന സെക്രട്ടറി ആയിട്ട് തിരിക്കാൻ എനിക്കിഷ്ടം. ജോസ് മാണിസാർ ഉള്ളപ്പോൾ ഉള്ള സെക്രട്ടറി തന്നെയാണ് ഞാനിപ്പോഴും തുടരുന്നത്. കൂടിയ സ്ഥാനങ്ങളോ ജില്ലാ കമ്മിറ്റിയോ ഒന്നും ഞാൻ ആഗ്രഹിച്ചില്ല, ചോദിച്ചില്ല. അപ്പം അന്ന് മാണിസാറിൻ്റെ തൊട്ടുമുന്നത്തെ ബർത്ത്ഡേയുടെ അന്ന് രാവിലെ അന്ന് മാണിസാറിൻ്റെ മുഖമൊക്കെ ക്ഷീണിച്ച്, അന്ന് എൻ്റെ പ്രൊഫൈൽ ഫോട്ടോ ഒരു ചുമലയും വെള്ളയും പൂവായിട്ട് ചെന്നു കെട്ടിപ്പിടിച്ച് അടുത്തിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ ഇതുപോലെ മാണിസാറിൻ്റെ അടുത്ത് ഞാനും ടോബിനും ഉൾപ്പെടെ ഫിലിപ്പേട്ടനും ഉൾപ്പെടെ നിയോജകമണ്ഡലം പ്രസിഡന്റും നമ്മുടെ 13 സെക്രട്ടറിമാരും ചേർന്ന് നിന്ന് മാണിസാറിനെ ഇരുത്തി കേക്ക് കട്ട് ചെയ്ത് പുള്ളിക്ക് പാട്ട് പാടി ഞങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ മാസം
മാണി സാർ മരിച്ചുപോയി. ഇത്രയും ഒരു ബന്ധമുണ്ട്. അപ്പം മാണി സാറിനെ സത്യം പറഞ്ഞാൽ ഞാൻ എങ്ങനെ കണ്ടോ ആ പാർട്ടി ജോസ് കെ മാണി ഏറ്റെടുത്തപ്പോൾ എനിക്ക് മാണി സാർ ആരായിരുന്നു ആ സ്ഥാനത്താണ് ഞങ്ങളെപ്പോലെ റോഷി ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും മാണി സാറിനെ കാണുന്നത്. അക്കാലത്ത് മാണി സാറിനെ സ്നേഹിച്ചിരുന്ന എല്ലാവരും തന്നെ ഇപ്പോൾ ജോസ് കെ മാണിക്കും തന്നെയുണ്ട്. മാണി സാറിനെ സ്നേഹിച്ചിരുന്ന എല്ലാവരും തന്നെ, മാണി സാറിനെ സ്നേഹിച്ചിരുന്ന അധികാരമോഹികളല്ലാത്ത മുഴുവൻ ആളുകളും, അതായത് യഥാർത്ഥ കേരള കോൺഗ്രസ് മാണിക്കാരൻ എന്ന് പറയുന്നവരെല്ലാം ഇന്ന് ജോസ് കെ മാണിയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ജോസ് കെ മാണി ഇപ്പം മന്ത്രിയല്ല, MLA അല്ലാതിരുന്നിട്ട് പോലും കേരളത്തിൽ അദ്ദേഹം പാലാ മുഴുവൻ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പാലായിൽ മാത്രം ഒരു ചെറിയ ഒരു രാജാവായിട്ട് നിൽക്കുകയല്ല ചെയ്തത്. കാസർഗോഡ് തൊട്ട് കണ്ണൂർ തൊട്ട് തിരുവനന്തപുരം വരെ നമ്മുടെ പാർട്ടിക്ക് 1000 വോട്ടുള്ള, 500 വോട്ടുള്ള, 2000 വോട്ടുള്ള, 3000 വോട്ടുള്ള ചെറിയ പട്ടണങ്ങളിൽ, ഗ്രാമങ്ങളിൽ, പഞ്ചായത്തിൽ പാർട്ടി വളർത്തി. ഇന്ന് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സംസ്ഥാന സമ്മേളനം നമ്മൾ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും എത്ര ബസ്സിന് വേണ്ടി വരാൻ ജനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു ചുമപ്പ് പരവതാനി ഒഴിച്ച് കാസർഗോഡും കണ്ണൂരും മലബാറിലും ജോസ് കെ മാണിക്ക് ഇന്ന് സ്വീകാര്യതയുണ്ട്. മാണി സാറിനെ എങ്ങനെ കണ്ടോ അത് മാട് തന്നെയാണ് ജോസ് കെ മാണി ഒരു നാട്ടിൽ ചെന്ന് ഇറങ്ങുന്നത്. ഇവിടെയുള്ള കുറേമാർ മാണി വിരോധം കൊണ്ടുനടക്കുന്നതെന്നല്ലാതെ എന്താണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ശ്രീ ജോസ് കെ മാണിക്ക് നൽകുന്ന ഒരു സപ്പോർട്ട് നമ്മൾ പലപ്പോഴും പല വിഷയത്തിലും കണ്ടു. അതായത് കഴിഞ്ഞ 50 വർഷക്കാലം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക്, ഇവിടെ മെത്രാന്മാർക്ക്, വൈദികർക്ക്, സന്യസ്തർക്ക് ഒക്കെ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ഭരണതലത്തിൽ ഒരു സ്വാധീനം ചെലുത്താൻ മാണി സാറിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ആ ഒരു വിടവ് സഭ ന്യൂനപക്ഷങ്ങൾ നേരിടുന്നുണ്ട്. അതിന് വരും കാലങ്ങളിലും ഇന്നും ഇന്നലെയും ഈ ഒന്നും അല്ല, ഇപ്പോൾ MLA അല്ലാഞ്ഞിട്ട് പോലും ജോസ് കെ മാണിയാണ് ഒരു ചാലകശക്തി, ഒരു ഇടനിലക്കാരൻ. ആ നിലയ്ക്ക് സഭാ നേതൃത്വം അദ്ദേഹത്തെ കാണുന്നുണ്ട്. കാരണം അതിൻ്റെ ഉദാഹരണമല്ലേ നമ്മുടെ സിസ്റ്റേഴ്സിന് ഈയിടെ ഒരു ഇതുണ്ടായപ്പം എല്ലാവരും വന്നു, സിസ്റ്റേഴ്സിനോട് ഫോട്ടോ എടുത്തു, അടുത്ത ഫ്ലൈറ്റിന് പോയി. ഇദ്ദേഹം അങ്ങനെയല്ല, ഒരാഴ്ചക്കാലം നിന്ന് അതിൻ്റെ നിയമ നടപടികൾ പൂർത്തിയാക്കി ജയിലിൽ നിന്ന് കയ്യെ പിടിച്ച് പുറത്തിറങ്ങുന്നതും വരെ നിന്നിട്ടാണ് ആ മനുഷ്യൻ ഇവിടെ വന്നിട്ടുള്ളത്. ആ ഒരു വിശ്വാസം സഭയൊക്കെ തിരിച്ചറിഞ്ഞ് വീണ്ടും ജോസ് കെ മാണിയെ 2 കൈ നീട്ടി സ്വീകരിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം വരും കാലങ്ങളിൽ മാണി സാറിൻ്റെ സ്ഥാനത്ത് നമ്മുടെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു മഹാനായ നേതാവായിട്ട് ജോസ് കെ മാണി മാറും. ഇപ്പോഴും അതെ, ഇതിൽ കൂടുതൽ കരുത്തോടെ ഒരു MLA ആയിട്ട്, മന്ത്രിയായിട്ട് അദ്ദേഹം വരും. അപ്പോൾ ഇനി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം ജോസ് കെ മാണി MLA ആയിട്ട് വീണ്ടും വരും, മന്ത്രിയാവും എന്നൊക്കെ ബൈജു കൊല്ലംപറമ്പിൽ ഒരു MLA ആകണമെന്ന് ആഗ്രഹിക്കും. അതെ, നമ്മുടെ ഈ രാഷ്ട്രീയ സംവിധാനത്തിൽ മുനിസിപ്പാലിറ്റിക്കാരന് അങ്ങേയറ്റമുള്ള ഒരു സാധനമാണ് കൗൺസിലർ. കാരണം ഇവിടെ ത്രിതല പഞ്ചായത്തില്ല, അതുകൊണ്ട് ബ്ലോക്കും ഇല്ല, ജില്ലാ പഞ്ചായത്തിലും ഇല്ല, നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. അപ്പം എനിക്ക് തന്നെ 50 വയസ്സ് കഴിഞ്ഞു, ജോസ് കെ മാണിക്ക് 60 വയസ്സ് കഴിഞ്ഞു. കാരണം നമുക്ക് പാലാ നിയോജകം കൊണ്ടെല്ലാം ഒന്നേ ഉള്ളൂ. ഇത് ഇനി ഞാൻ പോയി കടുത്തുരുത്ത് നിൽക്കുന്ന ആരും പറയുന്നില്ലല്ലോ, വേറെ സ്ഥലം പറയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകളൊന്നും നമുക്കില്ല. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ കൗൺസിലറായി വന്നതിന് ശേഷം പല ഇഷ്യൂസ് നിങ്ങളൊക്കെ അറിയാവുന്ന പല വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. അതിന് വ്യക്തിപരമായിട്ട് എനിക്ക് ഒരു ജോസ് കെ മാണി സാറിൻ്റെ ഇലക്ഷന് തൊട്ട് മുന്നേ വലിയൊരു ഇഷ്യൂ ഉണ്ടായപ്പം എൻ്റെ നേതാവ് ജോസ് കെ മാണി അടുത്ത് ഞാൻ ഈ വിഷയങ്ങൾ സംസാരിച്ചപ്പം അദ്ദേഹം വ്യക്തിപരമായിട്ട് എൻ്റെ വേദന മനസ്സിലാക്കുകയും അതിന് ബൈജുവായിട്ട് പ്രതികരണമോ ആവശ്യമില്ല, അതിനകത്ത് പാർട്ടിയാണ് ചെയ്യുന്നത്, അതിൻ്റെ സമയത്ത് പാർട്ടി ഇടപെടും എന്നൊക്കെ പറഞ്ഞാണ് എന്നെ ആശ്വസിപ്പിച്ചത്. അതുപോലെ തന്നെ പാർട്ടി ആ കാര്യത്തിലൊക്കെ ഇടപെട്ടിട്ടുണ്ട്. എനിക്ക് ഒരു സഹോദര തുല്യമായ സ്നേഹവും സ്ഥാനവും എന്നും തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു അനുബന്ധ ചോദ്യമുണ്ട്, ഞാൻ തൽക്കാലം ഒഴിവാക്കി. അല്ല, സ്നേഹവും വാത്സല്യവും അദ്ദേഹം തന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ഞങ്ങൾ ഈ ഇലക്ഷൻ്റെ അവലോകനമായിട്ട് അദ്ദേഹം ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര തിരക്കും ബഹളമൊക്കെ. ഡൽഹിയിൽ പോയി കഴിയുമ്പോൾ നമ്മളൊന്ന് ഫോൺ വിളിച്ചാൽ, അപ്പോൾ ഇടയ്ക്ക് ഞാൻ കുറച്ച് ദിവസം ആശുപത്രിയിലൊക്കെ ആയിരുന്നു, അപ്പം എൻ്റെ ക്ഷേമം അന്വേഷിക്കാനൊക്കെ ആയിട്ട് വിളിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് മനസ്സ് തുറന്ന് ഫ്രണ്ട്ലി ആയിട്ട്, കാരണം വീട്ടിൽ ചെല്ലുമ്പം പലരും കാണുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഹായ് വെക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വിളിച്ചപ്പോൾ ഞങ്ങൾ 1-2 പറഞ്ഞപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ വാക്ക്, ഞാൻ കുറച്ച് നാൾക്ക് മുന്നേ ഇഷ്യൂവിൻ്റെ പേരിൽ അദ്ദേഹത്തിനൊരു മെസ്സേജ് അയച്ചു. എൻ്റെ ശിഷ്ട ജീവിതം ഞാൻ അങ്ങേക്ക് കടപ്പെട്ടിരിക്കുന്നു, ഒരു വാക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഈ ഇലക്ഷന് തൊട്ട് മുന്നേ മൊത്തം 26 സീറ്റിൻ്റെ ഒരു അവലോകനവും നമ്മുടെ സാധ്യതകളെ പറ്റിയും മൊത്തത്തിൽ ഞങ്ങൾ തമ്മിൽ വളരെ സുദീർഘമായ ഒരു ചർച്ച ഉണ്ടായപ്പം എല്ലാവരും നമ്മളെ ഇങ്ങനെയൊക്കെയാണല്ലോ എന്നുവെച്ചാൽ ഒരു സ്വയം പുള്ളിയുടെ ഒരു സങ്കടം പോലെ ഞാനിങ്ങനെയൊക്കെ നിങ്ങളുടെ കൂടെ നിന്നിട്ട് നിങ്ങളൊക്കെ കൊള്ളാം എന്നുവെച്ചാൽ തമാശ രീതിയിൽ പറഞ്ഞു. എന്നാൽ ഞാൻ പറഞ്ഞു,
ഞാൻ അന്ന് ജോമോൻ ചേട്ടൻ എന്ന് വിളിക്കുന്നത്, ജോമോൻ ചേട്ടന് ഒരു മെസ്സേജ് അയച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? കാരണം പുള്ളി വാട്സപ്പ് യൂസ് ചെയ്യാൻ പുള്ളിക്ക് പറ്റത്തില്ല, ഇത്രയും വലിയ നേതാവല്ലേ. എല്ലാവരും വാട്സപ്പ് അയച്ചാൽ പുള്ളിയുടെ പുള്ളി തുറക്ക് പോലും ഇല്ല. അതേസമയം SMS അയച്ചാൽ പുള്ളി കാണും, അന്നേരം ചിലപ്പോൾ തിരിച്ചു വിളിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ശിഷ്ട ജീവിതം അങ്ങേക്ക് കടപ്പെട്ടിരിക്കുന്നു എന്നൊരു മെസ്സേജ് ഞാൻ അയച്ചായിരിക്കുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ നിലപാടിന് മാറ്റമില്ല, ഞാൻ മരണം വരെ കേരള കോൺഗ്രസ്സുകാരനായിരിക്കും, എന്നെ വെട്ടിക്കണ്ടിച്ചാലും ഞാൻ കേരള കോൺഗ്രസ്സുകാരനായിരിക്കും. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ എനിക്ക് രാഷ്ട്രീയം ഉപേക്ഷിക്കേണ്ടി വന്നാൽ ഞാൻ ഈ ലോകത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമായിരിക്കില്ല. നമുക്കൊരു പരിപാടി നിർത്തിപ്പോകാമല്ലോ, അതിപ്പം മനുഷ്യൻ്റെ ഒരു റിട്ടയർമെൻറ്റ് പോലെ. അതുപോലെ ഞാൻ ഈ നന്ദികേട് കാണിയില്ല, ഇവിടുന്ന് ഉണ്ടിട്ട് നാളെ അവിടെ പോയി പുലഭ്യം പറയുന്ന ഒരാളാകാനോ എൻ്റെ നേതാവിനെയോ എൻ്റെ സംവിധാനത്തെയോ തള്ളിപ്പറയുന്ന ഒരാളാകാനോ ഞാനില്ല. എൻ്റെ മരണം വരെ കേരള കോൺഗ്രസ്സുകാരനായിരിക്കും. എസ്പെഷ്യലി ഇനി ഏപ്രിൽ മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ചാവേറ് പോലെ ജോസ് കെ മാണിയുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി മുട്ടാവുന്ന വാതിലുകൾ മുട്ടുകയും എനിക്ക് എൻ്റെ കഴിവിൻ്റെ പരമാവധി ആളുകളെ കൂട്ടി എനിക്ക് ചെയ്യാവുന്ന പൊതുപ്രവർത്തന രംഗത്ത് നീതിപൂർവ്വം എല്ലാ കാര്യത്തിനും അദ്ദേഹത്തെ ജയിച്ച് അദ്ദേഹത്തെ തോളിലേറ്റി തേരാളിയായിട്ട് നയിക്കാൻ ഞാൻ കൂടെ ഉണ്ടാകും. കണ്ടോ പ്രേക്ഷകരെ, കേരള കോൺഗ്രസ് എം മാണി സാറിൻ്റെ പാർട്ടിയുടെ ഇപ്പോഴത്തെ അണികളുടെ ഒരു ചിന്താഗതിയും അവരുടെ ഇച്ഛാശക്തിയും ഒക്കെയാണ് ഇത്. മരണം വരെ കേരള കോൺഗ്രസ് എമ്മിനൊപ്പം ജോസ് കെ മാണിക്കൊപ്പം നിൽക്കുമെന്നാണ് ഇവർ പറയുന്നത്. ഇദ്ദേഹത്തെ പോലെയുള്ള ലക്ഷക്കണക്കിന് പാർട്ടി അനുയായികൾ പറയുന്നത്. അപ്പം താങ്കളുടെ ആഗ്രഹങ്ങൾ ജനനന്മയ്ക്കുതകുന്നതാണെങ്കിൽ അത് പൂവണിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങൾ കേരള കോൺഗ്രസ്സുകാരെല്ലാവേ മാണിക്കാരൻ എന്നറിയപ്പെടാനാകുന്നത്. മാണിക്കാരൻ, നമ്മുടെ ഗ്രൂപ്പൊക്കെ ഉണ്ട് മാണിക്കാരൻ, അതൊരു അഭിമാനമാണ്. അതായത് ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ വിട്ടുപോയി. ഞാൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിങ്ങിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റ് ആയിരുന്നപ്പം ഞാൻ വലിയൊരു മാണി സാറിൻ്റെ 12ാമത് ബഡ്ജറ്റ് ഈ 2011 12 തോന്നുന്നു. അപ്പം ഞാൻ അവരെ യൂത്തിൻ്റെ പ്രസിഡൻ്റാണ്. ഞാൻ ഒരു AC ഹോളിൽ ABയുടെ AC ഹോളിൽ ഒരു മാണി സാർ മന്ത്രിയായിട്ട് അത് 25 വർഷത്തിന് ശേഷം ധനകാര്യമന്ത്രിയായപ്പം 12ാമത് ബഡ്ജറ്റ് 12ാമത് ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കും. അതിൻ്റെ അവലോകനം എന്നുള്ള ഇതിൽ വ്യാപാരി സമൂഹത്തെ കൂട്ടി ഒരു പ്രോഗ്രാം നടത്തുക. അപ്പം എൻ്റെ സ്വാഗത പ്രസംഗത്തിനകത്ത് ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇതാ, മാണി സാറിൻ്റെ കാലഘട്ടത്തിൽ ജനിക്കാനും ജീവിക്കാനും കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാനമായിട്ട് ഞാൻ കാണുന്നു. അതുപോലെ ഞാൻ അതിൻ്റെ തുടക്കം ഇതാ, 10.5 മാറ്റുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ച മാണി സാറ് ഒരു യുവാവിൻ്റെ മനസ്സോടുകൂടിയാണ് ഇതുണ്ടാക്കിയെന്ന് അന്ന് ധനകാര്യ വിദഗ്ധനായിരുന്നു വലിയ പ്രാസംഗികൻ VD സതീശൻ പറഞ്ഞൊരു കോട്ടുണ്ട്. അതുകൂടെ കോട്ട് ചെയ്ത് ഞാൻ തുടങ്ങി. അങ്ങനെ കുറേ സാറിനെ പറ്റി ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞ് സാറിൻ്റെ ആ മറുപടി പ്രസംഗം ഇങ്ങനെയായിരുന്നു. ബൈജുവിൻ്റെ എൻ്റെ വീഡിയോ ഇപ്പോഴും എൻ്റെ ഫോണിലുണ്ട്. വ്യാഖ്യാനങ്ങളും ഉപവ്യാഖ്യാനങ്ങളും എനിക്കിഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ചുമ്മാ അതിനിടയ്ക്ക് അലങ്കാരികമായിട്ട് പറഞ്ഞു, സാറിൻ്റെ കാലിന് കുറച്ച് വേദനയുണ്ട്, അതുകൊണ്ട് ഞാൻ താഴത്തെ ഫ്ലോറിൽ വെച്ചത് എന്ന് സിബി പറഞ്ഞു. എനിക്ക് കാലിനൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അന്ന് എൻ്റെ പിള്ളേർ എൻ്റെ ഒരു അവർ ഡാൻസ് സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു. അവരുടെ തമന്ന സ്കൂൾ ഓഫ് ഡാൻസ് ഉണ്ടായിരുന്നു. അവരുടെ പരിപാടി ഒരു സിനിമാറ്റിക് ഡാൻസ് പോലെ രാത്രി 12 മണി 1 മണി സാർ അത് മുഴുവൻ ഇരുന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് കാരണം അവിടെ സാറിൻ്റെ കുട്ടിയമ്മ ചേച്ചി വീഡിയോട് വിളിയായിരുന്നു. അല്ല അത്രയും മാണി സാറിനോട്. അപ്പോൾ അന്ന് മാണി സാറ് അന്ന് എന്നെ ചിരിപ്പിച്ചു. ഞാൻ സാറിനെ ഇവിടെ പറഞ്ഞ വാക്കാണ്, സാറിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കാൻ കഴിഞ്ഞുള്ള നമ്മുടെയൊക്കെ ഒരു ഭാഗ്യമാണ്. കാരണം ലെജൻഡാണ് മാണി സാറ്. മാണി സാറിനോട് ഇടപെടുക്കാൻ സാധിച്ചു, മാണി സാറിനെ കെട്ടിപ്പിടിക്കാൻ സാധിച്ചു. ഒരു മാണി സാറ് ഞാനോട്ടോട് 100, എനിക്ക് ഈ ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഇഷ്ടമല്ല, ഇവരൊക്കെ വിമർശിക്കുമെങ്കിലും സാറിനോടൊപ്പം 100 കണക്കിന് ഫോട്ടോ എൻ്റെ പല രൂപത്തിൽ പല വേഷത്തിൽ സാറിൻ്റെ അടുത്തിരിക്കുന്നത്, കെട്ടിപ്പിടിക്കുന്നത്, മൊക്ക കൊടുക്കുന്നത്, മാലയിടുന്നത്, ബാഡ്ജ് കുത്തുന്നത്, ഒരുപാട് ഫോട്ടോസ്. ഞാനും തീർച്ചയായിട്ടും ഞാൻ 19 വയസ്സിൽ ഞാൻ മാധ്യമപ്രവർത്തകനായിട്ട് പാലായിൽ വന്നതാണ്. 2009 ഞാൻ പാലായിൽ ആദ്യം വരുന്നത്. അപ്പം വൈശൻ ഓർക്കുന്നുണ്ടാവും എന്ന്. അപ്പം മാണി സാറിനെ ഒരുപാട് കാണാനും മാണി സാറിന് 100 കണക്കിന് പ്രോഗ്രാമുകൾ കവർ ചെയ്യാനും എനിക്കും കഴിഞ്ഞിട്ടുണ്ട്. മാണി സാർ എനിക്ക് നന്നായിട്ട് അറിയാം. മാണി സാറിനെ നല്ലൊരു വ്യക്തിത്വം. വീഡിയോയിൽ വന്നാലും വന്നില്ലല്ലോ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ ഈ 10, 30, 35 വർഷക്കാലത്തെ എൻ്റെ രാഷ്ട്രീയ പൊതുജീവിതം ആരംഭിച്ചപ്പോൾ മറ്റേ കടുതോടി ഗ്രൂപ്പ് ഷാബു എൻ്റെ വലിയ സുഹൃത്തായിരുന്നു. ഷാബുവിൻ്റെ അനിയൻ ഷിബുവിൻ്റെ കേബിൾ ടി വിയിലെ വർക്കറായിരുന്നു പ്രിൻസ്.
അപ്പം ഞാൻ ഷാബുമായിട്ടുള്ള ഒരു വ്യക്തിബന്ധം വെച്ച് എനിക്ക് ഈ ഫോട്ടോസ് സൂക്ഷിക്കുക, വീഡിയോസ് എടുക്കുക എനിക്കൊരു ക്രേസാണ്. പക്ഷേ നമുക്ക് വലിയ പണക്കാരൻ്റെ മകനോ അല്ല സമ്പന്നനോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കാശ് കൊടുത്തത് ഒക്കെ സംവിധാനം ഇല്ല. അല്ല, ഉള്ള സത്യം പറയാം, ഇത്ര വർഷങ്ങൾക്ക് മുന്നേ. അപ്പം ഞാൻ എപ്പോഴും ഷിബുവിനോട് പറയും, എനിക്കിങ്ങനെ JCCൻ്റെ ഒരു ഉദ്ഘാടനമുണ്ട്, അല്ല ഞാനിങ്ങനെ വ്യാപാരോത്സവ ഒരു പരിപാടിയൊക്കെ ഉണ്ട്, അതുപോലെ അല്ലേ അന്നേരം എനിക്കൊരു വീഡിയോ എടുത്തുതരാം. വളരെ കൊച്ചു പയ്യനായിട്ട് പ്രിൻസാണ് വരുന്നത്. എൻ്റെ അത്രയോ വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ പരിപാടി മുഴുവൻ, അന്ന് പ്രിൻസിന് സ്വന്തമൊന്നുമല്ല, അവരുടെ സ്റ്റാഫായിരുന്നു. അപ്പം ഞാൻ പറയും ക്യാമറാമാനായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ ഷാബു എൻ്റെ കൂട്ടുകാരനായപ്പോൾ ഞാൻ പറയും, ഷാബു എന്നെ ഒന്ന് സഹായിക്കുന്നത്. അപ്പോൾ അവര് പ്രിൻസിനെ വിടും. പ്രിൻസ് എൻ്റെ ഇഷ്ടം പോലെ എൻ്റെ സ്റ്റിൽസ്, എൻ്റെ വീഡിയോസ് എത്ര വർഷമായി അല്ലേ, ഒരുപാട് വർഷം, 16 വർഷം മുമ്പാണ്. 16 വർഷം മുന്നേ അത്ര ലൈവായിട്ട് എനിക്ക് ചെയ്തു തന്നുകൊണ്ടിരുന്ന. അപ്പോൾ ശ്രീ ബൈജു കൊല്ലംപറമ്പിൽ ഒരു കറകളഞ്ഞ രാഷ്ട്രീയക്കാരെന്നൊക്കെ പറയാറുണ്ട്. ജനക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാർ ഇന്നത്തെ കാലത്ത് വളരെ കുറവാണ്. അവരവരുടെ പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടിയാണ് പലരും പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ കണ്ടറിയുന്നതാണ്, വാർത്തകളിലൂടെയൊക്കെ നമ്മൾ അറിയുന്നതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായി പാലായിലൊരു ബൈജു കൊല്ലംപറമ്പിലുണ്ട്. തീർച്ചയായിട്ടും താങ്കളുടെ ആശയങ്ങളും താങ്കളുടെ രാഷ്ട്രീയവും വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. BMT വേണ്ടി സഹകരിച്ചതിന് നന്ദി. താങ്ക് യു.